നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത് ശ്രീലേഖ IPSനെ ഡൽഹിയിൽ നിന്ന് പേര് വെട്ടി എന്നാണ്. പേര് വെട്ടിയത് ഡൽഹിയിൽ നിന്നാണ് എങ്കിലും, അല്ലെങ്കിൽ രാജേഷിന്റെ പേര് ആദ്യം മതി എന്ന് പരിഗണിച്ചത് പറഞ്ഞത് ഡൽഹിയിൽ നിന്നാണെങ്കിലും വെട്ടപ്പെട്ടത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നുള്ളതാണ് വളരെ ഗൗരവതരമായ ഒരു കാര്യം. ഞാൻ ഈ കാര്യം പറയുന്നത്, ഇപ്പോൾ ശ്രീലേഖ IPS മാറിക്കഴിഞ്ഞു, VV രാജേഷ് വന്നു. VV രാജേഷ് ഭംഗിയായി കോർപ്പറേഷൻ പ്രതീക്ഷിച്ചതിനേക്കാൾ അദ്ദേഹം ജില്ലാ പ്രസിഡന്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നപ്പോൾ അദ്ദേഹം ഒരു അധികാര സ്ഥാനത്തല്ലല്ലോ, പാർട്ടിക്കകത്തല്ല അധികാരം, പക്ഷേ ഒരു പബ്ലിക് അധികാര സ്ഥാനത്തേക്ക് വന്നപ്പോൾ വളരെ മെച്ചുവറായിട്ടുള്ള ഒരു വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു നല്ല പക്വതയുള്ള മേയറായി തന്നെ കാണുന്നു. തുടക്കം കൊള്ളാമെങ്കിൽ ഒടുക്കവും നന്നായിരിക്കുമെന്നുള്ളതാണ്. ഇനി അദ്ദേഹം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, അഴിമതിയുടെ കറ ഒരു ഇഞ്ച് പോലും പുരളാൻ അനുവദിക്കരുത് ആരെയും. കാരണം അദ്ദേഹത്തിന് വലിയ പൊളിറ്റിക്കൽ കരിയർ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരുപക്ഷെ കുറച്ച് സമ്പത്തൊക്കെ ഉണ്ടാക്കുന്നതിന് നേരിട്ടുണ്ടാക്കുകയോ കണ്ണടയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പൊളിറ്റിക്കൽ കരിയർ ഇല്ലാതാവും. ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ ആര്യ രാജേന്ദ്രൻ തന്നെയാണ്. അതുപോലെ തന്നെ ജയലക്ഷ്മി, നേരത്തെ വന്നുള്ള ജയലക്ഷ്മി. കേരളത്തിൽ ഈ കാലഘട്ടത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരായിട്ടും മധ്യവയസ്കരായിട്ടൊക്കെ വരുന്ന ആളുകൾ ഒറ്റ അധികാരം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, വളരെയധികം അഹങ്കാരവും അധികാരം തലയ്ക്ക് പിടിക്കലും സമ്പത്തുണ്ടാക്കലും ഇതൊന്നുമില്ലെങ്കിൽ രാജേഷിന് വലിയ ഭാവിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജേഷ്, പ്രത്യേകിച്ച് BJPയുടെ വസന്തകാലമാണ് വരാനിരിക്കുന്നത്, രാജേഷ് അതിനനുസരിച്ച് ഉയരുന്നുണ്ട്. ആ ഉയർച്ച അവസാനം വരെ കൊണ്ടുപോകുമെന്ന് കരുതാം. അതുകൊണ്ട് ഈ വീഡിയോ ചെയ്യുന്നത് രാജേഷിനെതിരെയോ അല്ലെങ്കിൽ ശ്രീലേഖയ്ക്ക് ഐക്യപ്പെടാനോ ഒന്നുമല്ല. കഴിഞ്ഞ ഒരു കഥയുടെ ചത്തുപോയ കുഞ്ഞിൻ്റെ ജാതകം നോക്കുന്നതിൽ കാര്യമില്ല. പക്ഷേ മറ്റൊരു കാര്യം ഉള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് നമ്മുടെ അധികാര ശൃംഖലയിലെ അധികാരം എന്ന് പറയുന്നത് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ സമസ്യകൾ പൂരിപ്പിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു എല്ലാ പാർട്ടിയിലും. 1-2 ഉദാഹരണം പറഞ്ഞിട്ട് ഇവിടേക്ക് വരാം. AKG സെൻറ്ററിൽ പല തീരുമാനങ്ങളും എടുത്തിട്ട് ഒരുപാട് തീരുമാനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ റെഡിയാക്കി വയ്ക്കുമ്പോഴാണ് അന്ന് P ഗോവിന്ദപിള്ളയുടെയും EMSൻ്റെയും ഒക്കെ അഭിപ്രായം. അവരൊരു ഫോൺ കാളിലൂടെയായിരിക്കും, അല്ലെങ്കിൽ അവരെ കാണാൻ വരുന്നൊരു ദൂതനിലൂടെയായിരിക്കും അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതുവരെ എടുത്ത എല്ലാ തീരുമാനവും കീഴ്മേൽ മറിയും. കോൺഗ്രസ്സിലും ഇത് തന്നെയാണ് സ്ഥിതി. ഇപ്പോഴും പണ്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ട് AK ആൻ്റണിയുടെ അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും AK ആൻ്റണി ഈ പുതിയ ഒരു പേര് പറയുന്നത്. കരുണാകരനും അങ്ങനെയായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ വക്കം പുരുഷോത്തമൻ അത്തരത്തിലുള്ളൊരു നേതാവായിരുന്നു. അപ്പോൾ ഈ നേതാക്കളെന്ന് പറയുന്നത് പലപ്പോഴും അവർ മിണ്ടാതിരുന്നാൽ മതി, അവർ എങ്ങും പോവുകയില്ല, ഒരു ചർച്ചകളിലും അവർ പോവില്ല, പക്ഷേ അവർ തീരുമാനമെടുക്കും. അങ്ങനെ ഒരു തീരുമാനം VV രാജേഷിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു. സത്യസന്ധമായി പറഞ്ഞാൽ VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുന്നില്ല എന്ന് അദ്ദേഹം മനസ്സ് തുറന്നിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാനൽ, സുഭാഷിതൻ ചാനൽ, അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോഴാണ് മറ്റു വളരെ പ്രമുഖമായിട്ടുള്ള ഡിജിറ്റൽ ചാനലുകൾ അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല, അതുകൊണ്ട് വീഡിയോ തരുന്നില്ല എന്ന് പറയുകയും വീഡിയോ കൊടുത്തില്ല ഈ വിഷയത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വിഷയം അറിയുകയും പിന്നെ എന്തിനാണ് വീണ്ടും ശല്യം ചെയ്യുമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തില്ല. എന്നാൽ അദ്ദേഹത്തെ മത്സരിപ്പിച്ചു. അദ്ദേഹം മത്സരിച്ചത് വീണ്ടും അദ്ദേഹത്തിന് താല്പര്യം വട്ടിയൂർക്കാവിൽ വീണ്ടും മത്സരിക്കണം, അത് ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം എന്നുള്ള തോന്നലിൽ അവിടെ നിൽക്കണമെന്നുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം വീണ്ടും മത്സരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ലിസ്റ്റുകളെല്ലാം തയ്യാറാക്കിയത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ്. അതുപോലെ ജനറൽ സെക്രട്ടറിയും സുരേഷും ഒക്കെ കൂടെ തന്നെയാണ് ലിസ്റ്റ് തയ്യാറാക്കിയത്. ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ശ്രീലേഖ IPSൻ്റെ തന്നെയായിരുന്നു. അതുപോലെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പേര് സിമി ജ്യോതിഷിൻ്റെ ആയിരുന്നു. ആ ഭാഗത്തിൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരണം. പക്ഷേ ഒന്നാമത്തെ മേയറുടെ പേരിൽ ശ്രീലേഖ IPS തന്നെയായിരുന്നു. ഈ പേര് ഇവിടെ തയ്യാറാക്കുമ്പോൾ തന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ അപ്പുറത്തിരുന്നു കൊണ്ട് മറ്റു ചില പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു. അത് ശ്രീലേഖ IPS മേയറാകാതിരിക്കാനോ അവരെ ഒന്ന് തകർക്കാനോ രാജേഷ് മേയറാകാനോ രാജേഷിനോടുള്ള സ്നേഹം കൊണ്ടോ ആയിരുന്നില്ല. അതാണ് രാഷ്ട്രീയം. അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. അധികാര രാഷ്ട്രീയത്തിൻ്റെ കാണാപുറങ്ങളും അധികാര രാഷ്ട്രീയത്തിൻ്റെ അകത്തളങ്ങളെയും കുറിച്ച് നമ്മൾ പഠിക്കണം രാഷ്ട്രീയക്കാർ. അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടക്കുന്നു. ശ്രീലേഖ IPSനെ തന്നെ മേയർ എന്ന് ആ വാർത്ത എല്ലാ ചാനലുകളും പലയിടത്തേക്കും പോകുന്നു. അതിനു മുമ്പേ ഇവരെ മത്സരിക്കാനായിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞാനൊരു കൗൺസിലറായിട്ട് എന്തിനു മത്സരിക്കണം, ഞാൻ ഇത്രയും വലിയ റാങ്കിലൊക്കെ റിട്ടയർ ചെയ്ത ആളല്ല. അപ്പോൾ പറഞ്ഞു, മേഡത്തെ മത്സരിപ്പിക്കുന്ന വെറും കൗൺസിലറാക്കാനാണോ? അങ്ങനെയാണോ പാർട്ടി ചെയ്യുമോ?
പാർട്ടി അത് പരിഗണിക്കില്ലേ എന്നൊക്കെ ചോദിച്ച് അവർക്കൊരു മോഹം കൊടുത്തു. അല്ലാതെ ഉറപ്പ് കൊടുക്കാൻ പോയ സുരേഷിനോ കരമന ജയനോ അല്ലെങ്കിൽ അങ്ങനെ ആരായാലും ആരെങ്കിലും പോയിട്ടുള്ള അവർക്ക് കഴിയത്തില്ലല്ലോ. കാരണം അത് കുറച്ചുകൂടി ഹയർ ലെവലിൽ തീരുമാനിക്കുന്ന കാര്യമല്ല. എന്തായാലും അവരൊരു മോഹം കൊടുത്തു കാണും, തീർച്ചയായിട്ടും ഉറപ്പ് കൊടുത്തു കാണുകയില്ല, വാഗ്ദാനം കൊടുത്തു കാണില്ല, ഒരു മോഹം കൊടുത്തു കാണും. മേഡം നിൽക്കണം, മേഡം നിന്നാൽ മേഡം തന്നെ ആയിരിക്കും മേയർ എന്നുള്ള ഒരു മോഹം കൊടുത്തു കാണും. ആ മോഹത്തെ അവർ അവരുടെ മനസ്സിലിട്ട് പുഷ്പിച്ച് താലോലിച്ച് മേയർ സ്ഥാനവും മേയറുടെ വണ്ടിയോ മേയറുടെ ഇരിപ്പിടവും ഒക്കെ അവർ സ്വപ്നം കണ്ടും കാണും. അതിൻ്റെ ഒരു വിഷമമാണ് അവർ ഓൺലൈൻ മീഡിയ വഴി പല മീഡിയ വഴി പുറത്തു വരുന്നത്. അവർ ഒരിക്കലും ഇത് ആഗ്രഹിച്ചിരുന്നില്ല എങ്കിൽ അങ്ങനെ ഒരു വാർത്തയൊന്നും പുറത്ത് വരില്ലായിരുന്നു. അത് പോട്ടെ, ഞാൻ നമ്മുടെ വിഷയം മാറരുത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ നിന്ന് ലിസ്റ്റ് തയ്യാറാക്കി ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ തന്നെ മറ്റൊരു പേര് വി വി രാജേഷിനെ ആക്കണം എന്ന് നിർബന്ധമുള്ള 1-2 പേർ കർണാടകത്തിലേക്ക് വിളിക്കുന്നു, ബാംഗ്ലൂരിലേക്ക് ഫോൺ വിളിക്കുന്നു. ആരാരെ വിളിച്ചു എന്നൊന്നും ചോദിക്കരുത്, ഞങ്ങൾക്ക് വ്യക്തവും സുവ്യക്തവുമായ വിവരങ്ങളുണ്ട്. പക്ഷേ അത് പറയുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കാനോ കോർപ്പറേഷൻ്റെയോ രാജേഷിൻ്റെയോ ശ്രീലേഖയുടെയോ ഒക്കെ IPSൻ്റെയോ ഒക്കെ പ്രവർത്തനങ്ങൾക്കൊരു വിള്ളലുണ്ടാക്കാനോ ഒന്നിനും നമുക്കൊരു സാധ്യതയില്ല, നമുക്ക് ആഗ്രഹവുമില്ല. നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ആരാണ് വരുന്നത് അവരെ സഹായിക്കുക, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നന്മ ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാകട്ടെ. അതുകൊണ്ട് ആ പേരുകൾ പറയുന്നില്ല. പക്ഷേ ഇവിടെ നിന്നൊരു ഫോൺ കാൾ ബാംഗ്ലൂരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന് പോകുന്നു. ആ നേതാവാണ് കേരളത്തിലെ സംഘടനാ കാര്യങ്ങളിൽ ഒരുപാട് സഹായിച്ചു കൊണ്ടിരിക്കുന്നതും. ഔദ്യോഗികമായി നേരത്തെ സഹായിച്ചിരുന്നു, ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ വളരെയധികം സഹായിച്ചിരുന്നു. കേരളത്തിൻ്റെ കാര്യങ്ങളിൽ അവസാന വാക്ക് ആ നേതാവിൻ്റെതായിരുന്നു. ആ നേതാവിൻ്റെ ഫോൺ കാൾ ഡൽഹിയിലേക്ക് ചെല്ലുന്നു. അപ്പോൾ ഇവിടെ നിന്ന് രാജീവ് ചന്ദ്രശേഖർ ഫ്ലൈറ്റിൽ ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ രാജേഷിന് വേണ്ടിയിട്ടുള്ള വിളി ഡൽഹിയിലേക്ക് പോയിരുന്നു. അത് ഞാൻ പറയുന്നു, രാജേഷിനെ ഉയർത്താനല്ല, രാജേഷിനെ മേയറാക്കാനല്ല, ശ്രീലേഖ IPSനെ വെട്ടാനുമല്ല. പിന്നെന്തിനായിരുന്നു ആ ഫോൺ കാൾ? അതാണ് എൻ്റെ ടിക്സ്, അതിൻ്റെ ക്രക്സ് അവിടെയാണ്. അതാണ് പൊളിറ്റിക്സ്. ആ ഫോൺ കാൾ പോയത് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ ഏകഛത്രാധിപതിയായി ഒന്നും തീരുമാനിച്ചു പോകണ്ട. കേരളത്തിൽ അദ്ദേഹം എത്ര മിടുക്കനാണെങ്കിലും അങ്ങനെ തീരുമാനിച്ചു പോകരുത്. അദ്ദേഹത്തിന് തുടക്കത്തിൽ തന്നെ 1-2 തല്ല് കൊടുക്കേണ്ടതുണ്ട്. തല്ലിപ്പഴിപ്പിച്ചെടുക്കുക എന്നൊരു പ്രയോഗമുണ്ട് രാഷ്ട്രീയത്തിൽ, മെരിക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അതായത് കൂടെ നിൽക്കുന്ന ഒരു പുതിയ യുവ നേതാവ് വന്നാൽ വലിയ നേതാക്കളെല്ലാം കൂടി അയാളെ ഞെരുക്കി ഒന്ന് പരുവപ്പെടുത്തുന്ന ഒരു കണ്ടീഷനിങ് ചെയ്യലുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ കണ്ടീഷനിങ് ചെയ്യലിലുള്ള ഒരു പ്രോസസ്സായിരുന്നു. അതുകൊണ്ടല്ലേ രാജീവ് ചന്ദ്രശേഖർ തോറ്റുപോയത്? 16,000 വോട്ടിന് തോൽക്കുക എന്ന് പറഞ്ഞാൽ 8,001 വോട്ട് പിടിച്ചിരുന്നെങ്കിൽ രാജീവ് ജയിക്കുമായിരുന്നു. ആ രാജീവ് 8,001 വോട്ട് പിടിക്കാത്തതിൻ്റെ കാര്യം, രാജീവിനെ തോൽപ്പിച്ചത് കേരളത്തിലെ മറ്റാരുമല്ല അകത്തുനിന്നുള്ളവരാണ് എന്നുള്ളതാണ് വളരെ കൗതുകമുള്ള കാര്യം. കുമ്മനം രാജശേഖരൻ തോറ്റുപോയതും അകത്തുനിന്നാണ്. BJPക്ക് അകത്തു നിന്നാണ് കുമ്മനം രാജശേഖരൻ തോറ്റത്. രാജീവ് ചന്ദ്രശേഖർ തോറ്റതും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് വോട്ട് കുറഞ്ഞതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അത് BJPയുടെ പോക്കറ്റുകളിൽ RSSൻ്റെ കേന്ദ്രങ്ങളിലൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ വോട്ട് കുറഞ്ഞത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല? അത് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്ത ഒരു മെരുക്കലാണ്, തല്ലലാണ്. രണ്ടാമത് രാജീവ് ചന്ദ്രശേഖരന് കൊടുത്തൊരു തല്ലലാണ്, ഒരു മെരുക്കലാണ് ഈ മേയർ സ്ഥാനാർത്ഥി രാജേഷായി കയറി വന്നത്. ഇത് രാജീവ് ചന്ദ്രശേഖർ പഠിക്കണം. രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും എല്ലാവരും ഇത് പഠിക്കണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ്. അധികാരമെന്ന് പറയുന്ന 4 അക്ഷരം കൈകാര്യം ചെയ്യുന്നവർ, ഞാൻ പുറത്തു നിന്നാലും അകത്തു നിന്നാലും ഭാരവാഹിയായാലും മുൻ ഭാരവാഹിയാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ഭാരവാഹി അല്ലെങ്കിലും ഞാൻ ഒരിടത്തിരുന്നാലും ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കും കാര്യങ്ങളെന്ന് പറയുന്ന അധികാരത്തിൻ്റെ ഒരു സുഖമുണ്ടല്ലോ, അതാണ് തിരുവനന്തപുരത്ത് വർക്കൗട്ട് ചെയ്തത്. തീർച്ചയായിട്ടും എന്തായാലും രാജേഷ് വന്നു, ശ്രീലേഖ പോയി, ഒരു വിവാദത്തിന് ഞങ്ങളില്ല. പക്ഷെ ഞങ്ങൾക്ക് ഈ വിവരങ്ങൾ സത്യസന്ധമായി ഞങ്ങളെ കൈവശമുണ്ട്. ഞങ്ങളത് പുറത്തുവിടാൻ ആഗ്രഹിക്കുന്നില്ല.